ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ വെന്യൂവിൻ്റെ ടർബോ DCT ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. പോപ്പുലർ ഹ്യുണ്ടായി അറേഞ്ച് ചെയ്ത ഡ്രൈവ് പോപ്പുലർ എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വെന്യൂവിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റും ഓടിക്കാനായിട്ടുള്ള അവസരം കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും എന്താ പറയുക, ഡ്രൈവേഴ്സ് കാർ എന്ന് വിളിക്കാവുന്ന ഒരു വാഹനം ഇതിൻ്റെ വെന്യൂ തന്നെയാണ്. ഇതിൻ്റെ ടർബോ മോഡൽ നിങ്ങൾ ഓടിച്ച് അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇറ്റ്സ് റിയലി അമേസിങ് ടു ഡ്രൈവ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിൽ, പ്രൈസ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വെന്യൂവിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റായ ടർബോ DCT വേരിയൻ്റാണ്. ഡ്രൈവ് പോപ്പുലറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വെന്യൂ ഓടിക്കാൻ പറ്റി, എക്സ്റ്റർ ഓടിക്കാൻ പറ്റി, i20 ഓടിക്കാൻ പറ്റി, ക്രെറ്റ ഓടിക്കാൻ പറ്റി. അതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു ഡ്രൈവേഴ്സ് കാറായിട്ട് ഫീൽ ചെയ്ത് ശരിക്കും വെന്യൂ തന്നെയാണ്. വെന്യൂവിൻ്റെ സ്പോർട്ട് മോഡലൊക്കെ ഈ വാഹനം ഓടിക്കാൻ ഒരേ പൊളിയാണ്, ഒരേ രസമാണ്. ഇനി ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒറ്റ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സാണ്, 2 യൂണിറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന് താഴെയായിട്ട് നമുക്ക് LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ചുറ്റും നമുക്ക് DRL വരുന്നുണ്ട്, അത് LED ആണ്. അതിനകത്ത് തന്നെ നമുക്ക് ചേർന്ന് ഒരു കോർണറിംഗ് ലൈറ്റ് കാണാനായിട്ട് പറ്റും, അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു അലൂമിനിയം കളറിലുള്ള സ്ട്രിപ്പ് പ്ലേറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫ്രണ്ടിലെ ഗ്രില്ല് എല്ലാ വെന്യൂ വേരിയൻറ്റിലും സെയിം ഗ്രില്ലാണ് വരുന്നത്. ഇതിൻ്റെ നൈറ്റ് എഡിഷനിൽ മാത്രമാണ് ഒരു ഡാർക്ക് കളറിലുള്ള ഗ്രില്ലിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ എൻലൈൻ വരുന്നുണ്ട്. എൻലൈൻ സെയിം സ്പെക്കാണ്, പ്രൈസിൽ മാത്രം 1 ലക്ഷം രൂപയുടെ അടുത്ത് ഡിഫറൻസ് ആണ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ഇഞ്ച് വീൽസ് ആണ്. 215/60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. 195 mm ആണ് വെന്യൂവിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമുക്കിവിടെ DCT എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമ്മൾ ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഫിനിഷിലാണ് വരുന്നത്. അതിനകത്ത് കീലെസ് എൻട്രി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റൂഫ് റെയിൽസ് കാണാനായിട്ട് സിൽവർ ഫിനിഷാണ്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അതിനകത്ത് സൺ റൂഫ് വരുന്നുണ്ട്. ബാക്കിൽ ഷാർപ്പിൻ്റെ ആൻറ്റിന കാണാം. ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കണക്റ്റഡ് LED ടെയിൽ ലൈറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. എനിക്ക് ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നി ബാക്കിലൊരു സ്പോയിലറാണ്. ആ സ്പോയിലറും കൂടി വന്നിരുന്നെങ്കിൽ ശരിക്കും ഒരു സ്പോട്ടി ഫീൽ വന്നേനെ. എനിക്ക് എൻലൈനിലെ സ്പോയിലർ വരുന്നുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് അത് അകത്തു നിന്നാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ കണക്റ്റഡ് ടെയിൽ ലൈറ്റാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് സ്റ്റോപ്പ് ലൈറ്റ്, ഈ ഒരു 3 സ്ലോട്ടുകളാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതിന് താഴെയായിട്ട് നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ താഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ടർബോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ശരിക്കും ഈ ടർബോ വാഹനം ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളെല്ലാവരും ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യുക. ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ് ഇതിൻ്റെ വെന്യൂവിൻ്റെ ടർബോ. ഇനി മറ്റ് ഇവിടെ 2 റിഫ്ലക്റ്റേഴ്സാണ് വരുന്നത്. ഇവിടെ നമുക്ക് താഴെ റിവേഴ്സ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിൽ ഇവിടെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. നമ്മുടെ നമ്പർ പ്ലേറ്റിന് തോന്നിയ മോഡലായിട്ടാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നത്. നമുക്ക് SX ടോപ്പ് എൻഡിൻ്റെ ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു 350 ലിറ്ററിൻ്റെ വലിയ ബൂട്ടുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. ഒരു പാർസൽറ്റർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാനായിട്ട് പറ്റും. ഈ സീറ്റ് നമുക്ക് 60/40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് വരുന്ന 16 ഇഞ്ച് വീൽസാണ് ഇതിന് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ടോപ്പിലെല്ലാം ബ്ലാക്കും താഴെ നമുക്കൊരു ഓഫ് വൈറ്റ് കളറുമാണ് ഫീൽ ചെയ്യുക. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഡോർ പാഡ് വരുന്നത്. നമ്മുടെ ഡോർ ഹാൻഡിലിൻ്റെ ഭാഗം മാത്രം നമുക്ക് ഒരു വൈറ്റിഷ് ഫിനിഷ് കൊടുത്തിരുന്നു. ഇവിടെയെല്ലാം നമുക്ക് ചെറിയൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫോട്ടോ പോയിന്റർ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാൻ, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനും ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും അതിനകത്ത് വരുന്നുണ്ട്. ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മാനുവലായിട്ടും റിക്ലൈൻ ചെയ്യാനും ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇലക്ട്രിക്കലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഇലക്ട്രിക്കലായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാണെന്ന് എനിക്ക് തോന്നി. ഇത് ടർബോ വേരിയൻ്റ് ആയതുകൊണ്ട് 2 പെഡൽ കാണാം. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ വരുന്നുണ്ട്. നമുക്കിവിടെ ഇതിൻ്റെ എഞ്ചിൻ സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ കാണാം. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, നമുക്ക് ക്യാമറയുടെ വ്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കളിക്കും. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് അകത്തു നിന്ന് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു മോഡേൺ ഫീൽ ചെയ്യുന്ന ഇന്റീരിയറിനാണ് ഇപ്പോഴും. അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പാനൽ ഗ്യാപ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളും വരുന്നത്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷണലായിട്ട് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. താഴെ സിൽവർ ഇൻസെറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇത് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ടെലസ്കോപ്പിക്ക് കൊടുത്തിട്ടില്ല. ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഇടതുവശത്ത് ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്കിത് ഓട്ടോമാറ്റിക് ടർബോ DCT വേരിയൻ്റ് ആണ്. അതിൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ
നമ്മുടെ ഹ്യുണ്ടായുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഫുള്ളി ഡിജിറ്റലാണ്. സ്പീഡോമീറ്റർ RPM ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടയർ പ്രഷർ വാർണിംഗ്, നമ്മളുടെ സ്റ്റിയറിങ്ങിൻ്റെ ഏത് ലെവലിലാണ് സ്റ്റിയറിംഗിൽ ഇരിക്കുന്നത്, ആവറേജ് ഫ്യൂവൽ, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഓപ്ഷനുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യണം നമ്മൾ സ്റ്റിയറിംഗ് വീലുള്ള ഈ ഒരു കൺട്രോൾ ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ ഒരു എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന ആ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ്. 4 സ്പീക്കറും 4 ട്യൂട്ടറുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറയിൽ തന്നെ നമുക്ക് 1-2 ഫീച്ചേഴ്സും കൂടി ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. നമുക്ക് താഴെയുള്ള സൂം ചെയ്ത് കാണാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ക്യാമറ ഇത് ഉപയോഗിക്കാണ്ട് തന്നെ നമ്മൾ നോർമലിലേക്ക് ആക്കിയിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്നുള്ള വ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള USB ഒക്കെ കണക്ട് ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻബിൽറ്റ് നാവിഗേഷൻ ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതിന് താഴെ ഹസാർഡിൻ്റെ ബട്ടൺ, താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ്, ഒരു റൗണ്ട് ഡയൽസ് ആണ് എല്ലാ സ്ഥലത്തും. അത് നമ്മുടെ ഒരു മിനി കൂപ്പറിനൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡയൽസ്. അതിന് നടുക്കേൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊരു ഡിസ്പ്ലേയും വരുന്നു. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു വയർലെസ് ചാർജർ ഇവിടെ വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ട് ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്, USB Type-C ചാർജിംഗ് പോർട്ടും കാണാം. അതിന് താഴെയായിട്ട് നമ്മളുടെ ഒരു DCT ഗിയർ ബോക്സ് കാണാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് ഡ്രൈവ് സെലക്ടറാണ്. നമുക്ക് 3 ഡ്രൈവ് മോഡുകൾ വരുന്നതിൻ്റെ അകത്ത് ഈ സ്പോർട്ട്, ഈക്കോ, പിന്നെ നോർമൽ, അങ്ങനെ 3 ഡ്രൈവ് മോഡുകളാണ് വരുന്നത്. വണ്ടി നോർമൽ കേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് നോർമൽ മോഡിലായിരിക്കും. പിന്നെ ഈക്കോ സ്പോർട്ടിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. താഴെയായിട്ട് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു സെൻറ്റർ ആംറെസ്റ്റ് കാണാം. ഇതിനകത്ത് ഇൻബിൽറ്റിനായിട്ട് പ്യൂരിഫയർ വരുന്നുണ്ട്. അതിൻ്റെ ഒരു കൺട്രോൾ ചാനൽ ബട്ടൺ വശത്ത് കൊടുത്തിരിക്കുന്നു. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമ്മളുടെ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവേഴ്സിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. സീറ്റിൻ്റെ വശത്തെല്ലാം ഒരു ലെതർ ഫിനിഷും നടുക്ക് ഒരു വൈറ്റ് ഫാബ്രിക്കുമാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരുന്നു. കോ ഡ്രൈവറിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെൻട്രൽ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. നമുക്കിവിടെ 2 റീഡിംഗ് ലൈറ്റ് വരുന്ന 2 ഹാലജനാണ്. സൺഗ്ലാസ് ഹോൾഡർ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇനി ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നു, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ്. പിന്നെ വെന്യൂവിൻ്റെ അഡ്വാൻറ്റേജ് പറയാവുന്ന ഇതിൻ്റെ ആ ഒരു സൺറൂഫ്, സിംഗിൾ ഡിൻ സൺറൂഫാണ്, പനോർമിക് ഒന്നുമല്ല. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയെല്ലാം നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഗ്ലോ ബോക്സ് അത്യാവശ്യം സൈസ് ആയിട്ടൊരു ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫംഗ്ഷൻ ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് വെന്യൂവിൽ. ഡോർ പാഡ് ഫുള്ളി ബ്ലാക്ക് കളറിലും ഇവിടെ ഒരു കൈ നമ്മൾ ഹാൻഡിലിൻ്റെ ഭാഗം മാത്രം വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതായത് ചെളി ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ ഗ്രില്ല് കാണാം. ബാക്കിലെ സീറ്റും ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. 3 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കാണാൻ പറ്റും. സെൻറ്ററിൽ നമുക്ക് ആംറസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും വരുന്നുണ്ട്. ഇനി അകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് AC വെൻറ്റ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ 2 Type-C ചാർജിങ് പോർട്ടുകളാണ് വരുന്നത്. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂം ആൻഡ് നീ റൂം ഉണ്ട്. നീ റൂം കമ്പാരിറ്റീവ്ലി കുറവാണ്. ചെറിയൊരു സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. ചെറിയൊരു നീ റൂം മാത്രമാണ് നമുക്ക് വരുന്നത്. വെനുവിൻ്റെ ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ മാസീവായിട്ടുള്ള ഹെഡ് റൂമാണ്. സൺറൂഫിൻ്റെ ഓപ്പണിംഗ് ഇവിടം വരെയാണ് നമുക്ക് വരുന്നത്. എന്നാൽ അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. ഇവിടെ നമുക്കൊരു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഈ വശത്തും ഗ്രാബ് ഹാൻഡിൽ കാണാം. സെൻട്രലിൽ നമുക്കൊരു റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. വെനുവിന് പലരും കൺസേൺ ആയിട്ട് പറയുന്നത് ബാക്കിലെ സ്പേസ് ആണ്. ഞാനും ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു. മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക് സൈഡിൽ കുറച്ച് സ്പേസ് കുറവാണ്. 3 പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന യാത്രയാകുമ്പോൾ 2 പേർക്ക് സുഖമായിട്ടുള്ള യാത്രയും കയറി ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് ഇതിനകത്തിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. വെനുവിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ടയർ പ്രഷർ വാർണിംഗ്, അങ്ങനെ ഒരു വിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനകത്ത് ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെനുവിൻ്റെ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒരു 1.2 ലിറ്റർ VT പെട്രോൾ എഞ്ചിൻ, നമ്മൾ i20 കണ്ട സെയിം എഞ്ചിൻ തന്നെ. പിന്നെ ഈ ഒരു 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ. പിന്നെ നമുക്ക് ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം മോട്ടോറുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഡീസൽ കൺസിഡർ ചെയ്യുക. ഡീസലിന് അത്യാവശ്യം പവർഫുള്ളാണ്. ആവറേജ് ഒരു 18-20 ഇടയ്ക്ക് യൂസ് ചെയ്യുന്നവർക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. 1.2 പെട്രോൾ എഞ്ചിൻ ആണെങ്കിലും ഏകദേശം 13-15 ഇടയ്ക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈ ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മൈലേജ് നോക്കണ്ട, ഒരു 10-12 നമുക്ക് ആവറേജ് ലഭിക്കുള്ളൂ. ലോങ് ഡ്രൈവ് ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ 16-17 വരെയൊക്കെ ലഭിക്കും. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 18.1 റിയൽ ലൈഫിൽ ഒരു 12-13 ഇടയ്ക്ക് ഈ ടർബോ വേരിയന്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ടർബോ വേരിയന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നു. 7 സ്പീഡ് DCT ആണ്. നമ്മളുടെ ഡീസലിലേക്ക് വന്നാലും മറ്റ് പെട്രോൾ വേരിയന്റുകളിലും നമുക്ക് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് വരുന്നത്. ടർബോ വേരിയന്റിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് S വേരിയന്റ് തൊട്ടാണ്. ഇതിന്റെ ടോപ്പ് എൻഡ് SX വേരിയന്റ് ആണ്. S ഓപ്ഷണൽ വേരിയന്റ് തൊട്ടാണ്.
ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഓണ ഓഫറുകളും ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങൾക്ക് 15,15,000 രൂപയ്ക്ക് ഈ ടർബോ വേരിയൻറ്റ് സ്വന്തമാക്കാനായിട്ട് പറ്റും. ഈ SX ടോപ്പ് വേരിയൻറ്റ് ഇതിൻ്റെ മാനുവൽ വരുന്നില്ല ടർബോ വേരിയൻറ്റിൽ. പിന്നെ ഇതിൻ്റെ ടോപ്പ് എൻ്റെ ആയിട്ടുള്ള എൻ ലൈൻ ഉണ്ട്. ഏകദേശം 1,00,000 രൂപയാണ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ ലൈനും സ്വന്തമാക്കാനായിട്ട് പറ്റും. ഞാൻ ശരിക്കും വെന്യൂവിൻ്റെ ടർബോ വേരിയൻറ്റ് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ള രീതിയിൽ മാത്രമേ ഓടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിനു മുമ്പ്. ഇപ്പോഴാണ് ശരിക്കും അതൊരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയത്. നിങ്ങൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ് എങ്കിൽ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനം തന്നെയാണ് വെന്യൂവിൻ്റെ ടർബോ. നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം മൈലേജും ലഭിക്കും. ഞാൻ നോർമൽ രീതിയിൽ ഓടിച്ച സമയത്ത് എനിക്കൊരു 15 അടുത്തൊക്കെ മൈലേജ് ഇതിനകത്ത് കാണിക്കണ്ടായിരുന്നു. സ്പോർട്ട് മോഡിലേക്ക് പോയപ്പോൾ അത് 12 അടുത്തേക്ക് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡ്രൈവ് വീഡിയോ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചാണ്, പക്ഷേ വീഡിയോ ഒത്തിരി വലുതായി പോകും. ഡ്രൈവ് വീഡിയോസ് ഒത്തിരി നിങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒരു വാഹനം മേടിക്കാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഹ്യുണ്ടായുടെ ഏത് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും നിങ്ങൾക്ക് പോപ്പുലർ ഹ്യുണ്ടായിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കേരളത്തിലുടനീളം അവർക്ക് ഷോറൂമുകൾ അവൈലബിൾ ആണ്. ഏത് ഷോറൂമിൽ വെച്ച് ഏത് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പോപ്പുലർ ഹ്യുണ്ടായി മൂവാറ്റുപുഴ ഷോറൂമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.